ജനിച്ചാലും തുടങ്ങിയതാണ്. ഞങ്ങൾ ജനിച്ചത് കാർബങ്കരിയിലൊക്കെ ജനിച്ചു വന്നത് തന്നെ ഈ പിള്ളേർ. അന്ന് കാർബങ്കരിയിൽ ജനിച്ചു വന്നാൽ അന്ന് തുടങ്ങി മരുന്ന് മേടിക്കണേ. ജനിച്ചാലും തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ അടച്ചിട്ടിപ്പോൾ ഇത് മാറിയതായിരുന്നു. ഇത്തിരി ആശ്വാസം കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സമാധാനപ്പെട്ട് ഇനിയെങ്കിലും മക്കൾക്ക് അസുഖം ഇല്ലാതെ ഇരിക്കുമല്ലോ എന്ന് കണക്കൂട്ടിയിരുന്നു. അവർ കമ്പനിയിൽ നിന്ന് അവർ ആവശ്യമുള്ള പണം കൊടുത്ത് അവർ സ്വാധീനിക്കും. നമ്മളെപ്പോലെ സാധാരണക്കാർ മരിച്ചാലും വേണ്ടില്ല, അവർക്ക് കുറച്ച് ആൾക്കാർക്ക് ജീവിച്ചാൽ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ജീവിച്ചാൽ മതിയോ. നമ്മൾക്കും ഈ നാട്ടിൽ നമ്മൾ ജനിച്ചു പോയില്ലേ. ഈ ചുമ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഒരു മാസമായി ഈ ചുമ തുടങ്ങിയിട്ട്. ഒരു മാസമായി ചുമ തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു ചുമക്കാറില്ലായിരുന്നു. പനിയും നെഞ്ചുവേദന. ഈ കരിനെ പറ്റി എൻ്റെ പൊന്നു സാറേ ഇതിനെപ്പറ്റി പറയാണ്ട് ഏറ്റവും നല്ലത്. ഇരുപതോളം വർഷമായി ഫിലിപ്സ് കാർബൺ കമ്പനി കരിമുകളിൽ വിഷവായു വിതയ്ക്കുകയാണ്. ഇതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ നടത്തുന്ന സമരമാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത്. കേട്ടറിഞ്ഞതിനേക്കാൾ ഭയാനകമായ അനുഭവങ്ങളാണ് ഞങ്ങൾ നേരിട്ടറിഞ്ഞത്. പരിസ്ഥിതി, വികസനം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ജനങ്ങൾ അനുഭവിക്കുന്ന മഹാദുരിതങ്ങളും അതിനെതിരെ അവർ നടത്തുന്ന സമരവും നേരിൽ കണ്ട ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. കരിമുകളിലെ ജനങ്ങൾ നല്ല വായുവിനും ജീവജലത്തിനും വേണ്ടി നടത്തുന്ന സമരത്തിന് ഞങ്ങളുടെ അഭിവാദ്യമാണ് ഈ ഡോക്യുമെന്ററി. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൃഷി, പാടത്ത് നെൽകൃഷിയാണ്. പിന്നെ നമ്മുടെ പറമ്പിൽ പച്ചക്കറികൾ അതെല്ലാം നട്ട് നമ്മൾ അങ്ങനെയാണ് ആ കുടുംബജീവിതം. തെങ്ങ്, അടയ്ക്ക, എല്ലാ വരുമാനങ്ങളും ഉണ്ട്. ഇങ്ങനത്തെ ഉപ്പ് വരെ ഞങ്ങളിവിടെ തട വെട്ടി കത്തിച്ച് ഉപ്പ് വരെ എടുത്തിട്ടുള്ള ആൾക്കാരാ. അങ്ങനെ നമുക്ക് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട, മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ മതി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് പോയി. പശുക്കൾക്ക് അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശു എല്ലാത്തിനും എപ്പോഴും അകട് നീര് വരിക. ഈ വെള്ളം ചിലപ്പോൾ തിന്നില്ല, വെള്ളം കുടിക്കില്ല, ചിലപ്പോൾ ചാണകം പോവില്ല. അത് നമ്മൾ കൈയിട്ടൊക്കെ എടുത്ത് കളയണം ചാണകം. ചില ദിവസം വരുമ്പോൾ ഒന്നും വെക്കരിക്കില്ല, ഒന്നും ഇങ്ങനെ വിറച്ച് അങ്ങനെ വന്നാൽ അത് ചത്തത് തന്നെ. വിറ വന്നാൽ ചത്തത് തന്നെ. കാർബൺ തന്നെയല്ല, ഞങ്ങളിൽ വിചാരിക്കുമ്പോൾ കാർബൺ കൂടുതൽ, അതിൻ്റെ ശ്വസനം. ഇത് ഈ വെള്ളം FACT എന്നുള്ള ജിപ്സത്തിൽ ഉള്ളൂ വായു. ഒരർത്ഥത്തിലും ഞങ്ങളിപ്പം ഇത് BDPP, ഇത് FACT, ഇതും കമ്പനിയാണല്ലോ. ഇവിടെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി വടക്കുവശത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സുഖമായ സ്ഥലമാണ് ജീവിക്കാൻ. ആദ്യമൊക്കെ നെല്ലുകൊണ്ട് ജീവിച്ചു, പിന്നെ ആളുകൾ ഇവിടെ മീൻ പിടിച്ച് ജീവിച്ചു.
മീനൊക്കെ പഞ്ചായത്തിൽ നിന്ന് ലേലം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ 1000 രൂപയ്ക്ക് വരെ ഇവിടെ ഈ തോട് ലേലം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം മീനില്ല. ഈ ജിപ്സം വന്നുകൊണ്ട് ചൂട് കാരണം കിടക്കണില്ല മീൻ. പോവുക അല്ലെങ്കിൽ ചത്തുപോകും. FCCയിലെ വെള്ളം തുറന്നു വിടണമെന്ന് ചത്തുപോകും. നേരത്തെ ഇഷ്ടംമാതിരി മീൻ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതായത് ഞങ്ങളെല്ലാം ചെറുപ്പത്തിലെ ഞങ്ങളുടെ രക്ഷിതാക്കളൊക്കെ വളർത്തിയത് മീൻ പിടിച്ച് അതിനെ വിറ്റ് തന്നെയാണ് ഇഷ്ടംമാതിരി മീൻ. അതേമാതിരി തന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വളമോ അല്ലെന്നുണ്ടെങ്കിൽ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ വെറുതെ നമ്മളുണ്ട് ഞാറ് നടുക, അതല്ലെന്നുണ്ടെങ്കിൽ വിതയ്ക്കുക, ഇട്ടേച്ചും കൊണ്ട് പോന്നാൽ മതി. പണിക്കാർ ഇഷ്ടമാതിരി ഉണ്ട്. ഞങ്ങളും ശരിക്കും അധ്വാനിക്കുന്നവർ തന്നെയാണ്. ഞങ്ങൾ തന്നെയാണ് സ്വയം പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ഓർമ്മ വയ്ക്കുമ്പോഴൊക്കെ കൃഷിയുള്ള സ്ഥലമാണ്. പിന്നീട് ഇപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ സങ്കടം തോന്നി. ഇത്രയും കേരളത്തിൽ തന്നെ ഇത്രയും നല്ല സ്ഥലങ്ങൾ വിത്തിട്ടിട്ടുണ്ടെങ്കിൽ മുളയ്ക്കും. കാരണം ഇരിപ്പൂ കൃഷിയായിരുന്നു, തേവി നനച്ചുകൊണ്ടിരുന്ന കൃഷിയായിരുന്നു. പലവരും കരഞ്ഞുകൊണ്ടാണ് പറയണത്. കാരണം ഇത്രയും നല്ല സ്ഥലമാണ്, ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് പണിയെടുത്തിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഇന്ന് പുച്ഛം തോന്നും. കാരണം ഒരു കുറച്ച് ഭാഗം ആളുകൾ കൃഷി ചെയ്യാന്ന് വെച്ചാൽ പോലും സാധിക്കില്ല. അത് മണ്ണ് ഈ കാർബൺ ഇത് കാരണം കാണാമല്ലോ, നമുക്ക് അവിടെ ചെന്നാൽ കാണാം ഈ പൊടിയുടെ. പിന്നെ ഈ ഒരുതരം ഓയിൽ പോലത്തെ സാധനം, ഇതാണ്ട് കൊഴി, എണ്ണ പോലത്തെ, അതൊക്കെ കൃഷിയെ ശരിക്കും നശിപ്പിക്കും. കുറച്ച് ഭാഗത്ത് എന്തോ ആരോ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതും വിളവില്ല. അതാ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. നടന്നു വരുമ്പോൾ സങ്കടമാണ് അതൊക്കെ. കൃഷിയൊന്നും ചെയ്യുന്നില്ല. കൃഷി ചെയ്യണം, വേറെ പൈസയ്ക്ക് വഴിയുണ്ടോ? അതുമില്ല. കേസ് വരുമ്പോൾ അവർ കൊടുത്തണല്ലോ കൃഷി നഷ്ടത്തിന്. അത് ഒന്നും ആയില്ല. 10 കൊല്ലം കേസ് കൊടുത്തിട്ട് ഒന്നും ആയില്ല. വേറെ വരുമാനവുമില്ല. നമുക്കിത്തിരി ഭൂമിയുണ്ട്, കൃഷിഭൂമി, അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാതെ തന്നെ. അതിന് ആദായം കിട്ടാനില്ല. പിള്ളേർക്ക് എന്തെങ്കിലും ജോലി ആയതുകൊണ്ടോ അതുമില്ല. ഇവിടെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല ഇവിടെ താമസിക്കുന്നത്. പാവപ്പെട്ടവരാണ്. കൃഷിവലന്മാർ, അതുപോലെ ചെറിയ വ്യവസായം കൊണ്ട് ജീവിക്കുന്നവർ. സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർന്ന സ്ഥലമല്ലത്. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഞങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കമ്പനി ദോഷമാണ്, കാർബൺ ബ്ലാക്ക് ആണല്ലോ എന്നുള്ള ഒരു വിശ്വാസം ഒരു ചെറിയ വിഭാഗത്തിലുണ്ടായിരുന്നു. അവർ സമരമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഒരു ഫാക്ടറിയിലെ നാടിന് വരുന്നത് അത് നാടിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നല്ലതായിരിക്കും എന്നുള്ള ധാരണയിൽ ആ സമരത്തിന് ശക്തി ഉണ്ടായില്ല. പക്ഷേ കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയോടുകൂടി അതിൻ്റെ രൂക്ഷത മനസ്സിലായി, ആൾക്കാർ ബോധവാന്മാരായി. അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമുക്ക് മുഖം കഴുകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ആ പുഴയുടെ ആ ഭാഗത്തുനിന്ന്. മത്സ്യം വളരെ അധികം കുറഞ്ഞു പോയിട്ടുണ്ട് അവിടെ. അപ്പം ലക്ഷക്കണക്കിന് ആളുകളാണ്, 1-2 ആളുകളല്ല മത്സ്യത്തൊഴിലാളികൾ ഈ പുഴയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ബോട്ടിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്, അതിന് സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അവരെ ബാധിക്കുന്നൊരു വിഷയമായിട്ട് ഈ മലിനീകരണം ഇന്ന് ഈ ഏരിയയിൽ മാറിയിട്ടുണ്ട്. ചില സമയത്ത് ചൊറിയും. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, മണ്ണിൻ്റെ അടിയിലെ പുഴുമേല് കട്ടയായിട്ട് ചത്തു പൊങ്ങിപ്പോരും. അപ്പോൾ എന്തോരം വിഷാംശം ഉണ്ടായിരിക്കണം ഈ സാധനത്തിൽ. മീൻ ചാടുന്ന പറഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം ഈ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴ നിറച്ച് മീനുണ്ടാവും. പക്ഷേ ഈ വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മീനും വരില്ല. പിന്നെ ഇതാണ് ഗതികേട്, സകല മീനും ചത്തുപോകും. ഇന്ന് ചില സമയത്ത് ഇവിടെ ശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് ശ്വാസം മുട്ട് പോലെ തോന്നും, ഭയങ്കര ശ്വാസം മുട്ടായിരിക്കുള്ളൂ. പിന്നെ സാധാരണക്കാരെ നമ്മൾ ആരോട് പറയാനാണ്?
തെങ്ങെത്തുമ്പോൾ ഇത് വെച്ചാൽ വൃക്ഷങ്ങൾ ആകെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ തൊഴിലായിട്ട് നടക്കണതുകൊണ്ട് എന്തുകൂടി ജീവിക്കുക. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നടക്കണമെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഈ എന്തായാലും ജീവിച്ചു പോകണമെന്ന് ഓർത്താണ്. ഇപ്പോൾ ഈ കാണാൻ പാടില്ല, ഇത് ഇത്തിരി കൂടെ കള്ളക്കാണ് വീഴുക. പിന്നെ ഈ ഓലയൊക്കെ നിറയെ കരിയായിരിക്കും. ഇപ്പോൾ തെങ്ങ കയറിയാലും ശരിയാ, പന കയറിയാലും ശരിയാ, നിറയെ കരിയായിരിക്കും. പിന്നെ ഈ സുഖമില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ. കാർബണിൻ്റെ അടുത്തല്ലേ വീട്? കാർബണിൻ്റെ അടുത്താണ്. വീട്ടുകാർക്ക് അതെ, കൊച്ചിനൊക്കെ എപ്പോഴും അസുഖമാണ്. 24 മണിക്കൂർ അസുഖമാണ്. പണിയെന്ന് പകുതി ഈ അസുഖത്തിന് വേണ്ടി ചിലവാക്കാനുള്ളൂ. ഈ കമ്പനി ഉള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ജീവിത സുരക്ഷിതത്തിൽ മാത്രമല്ല രോഗികളായിട്ട് മരിക്കേണ്ട ഒരു സ്റ്റേജ് വരും. അത് ആസ്മയാകാം, പിന്നെ അല്ലെങ്കിൽ ക്ഷയമാകാം, ഏത് രീതിയിലും ഉണ്ടാകാം. ഞാൻ ദൂരെ നിന്ന് വന്നു ഇവിടെ സ്ഥലം മേടിച്ച് 4 സെൻറ്റ് സ്ഥലം മേടിച്ച് താമസിക്കുന്നത്. 3 കൊച്ചുങ്ങളുണ്ട്. 3 കൊച്ചുങ്ങൾക്കും അസുഖങ്ങൾ മാറുന്നില്ല. എനിക്ക് നെഞ്ചുവേനായിട്ട് കാർബണൊക്കെ പണിയായിരുന്നു. നെഞ്ചുവേനായിട്ട് കോട്ടയം മെഡിക്കലല്ലേ കഴിഞ്ഞ ആഴ്ച കടന്നിട്ട് വന്ന. തൃപ്പൂണിത്തുറ ഗവൺമെൻറ്റിലായിരുന്നു, കോട്ടയം മെഡിക്കലായിരുന്നു. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. 3 കൊച്ചുങ്ങളുണ്ട്. എപ്പോഴാണ് ഈ തൊട്ട് താഴെ തന്നെ. ഇപ്പം എന്ത് ജോലി ചെയ്യുന്നു? ഞാനീ പെയിൻറ്റിങ്ങിൻ്റെ കൂലിപ്പണിക്കാണ് പോകുന്നത്. ഇതിന് മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന, ശ്വാസം മുട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അത് കാരണം ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. നല്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ശ്വാസം ശ്വസിക്കാൻ തന്നെ വൈകിട്ട് കിടക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ശ്വസിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവും. ഈ പൊടി വളർന്നു കഴിയുമ്പോഴത്തേക്കും അതാണ് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ. അതുപോലെ എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, ചുമയുണ്ട്, തലവേദനയുണ്ട്, കൊച്ചിനുമുണ്ട്. ഇപ്പം ഇവിടങ്ങളിലൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് മരുന്ന് മേടിക്കണേ. എല്ലാ മാസം പോയി 500 രൂപ എടുത്ത് മരുന്ന് മേടിക്കണം. പിന്നെ വണ്ടി കാശ് വേറെ, പിന്നെ കൊച്ചിനും മേടിക്കണം ശ്വാസം മുട്ടലിന് മരുന്ന്. ഇപ്പോഴും ഉണ്ട് എനിക്ക് ശ്വാസം. എനിക്ക് കൊച്ചിനെ എടുക്കാൻ പറ്റാത്ത തന്നെ ചേച്ചിയായിട്ട് കൊടുത്തത്. നേരത്തെ ഈ പൂട്ടിയിട്ടപ്പോൾ കുറച്ച് നാളത്തേക്ക് 2 ആഴ്ചത്തേക്ക് കഴിച്ചിട്ടിപ്പോൾ ഫലമില്ല. അപ്പം ഞാൻ രാവിലെ കഴിച്ചിട്ട് ഇപ്പോൾ കുറവില്ല. അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ കഴിച്ചാൽ മതി പൂട്ടിയിട്ടപ്പോഴേ. ഇപ്പം എന്നും കഴിക്കണം. ഇപ്പോൾ രാവിലെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു കുറവില്ല ശ്വാസം മുട്ടുന്നത്. പള്ളിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഡേർട്ടി അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്യുക. തിരുസ്വരൂപങ്ങളൊക്കെ ഭക്തിപരമായിട്ടും ഒരു വിശുദ്ധമായി സൂക്ഷിക്കേണ്ട വസ്തുക്കളാണ്. ആ വിശുദ്ധമായ വസ്തുക്കളിൽ മേലെ ഈ പൊടിയും കരിയും പറ്റുമ്പോൾ നമുക്കതിൻ്റേതൊരു വിഷമമുണ്ട്. പണിയെടുക്കുന്ന കാശ് മുഴുവൻ മരുന്ന് മേടിക്കാനുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഓടി കിട്ടുന്ന കാശ് കൊണ്ട് എന്ത് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കും അറിയാമല്ല. അത് കിട്ടുന്നത് മരുന്ന് മേടിക്കാനേ ഉള്ളൂ. കുട്ടികൾക്ക് നല്ലൊരു ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് നല്ല ഡ്രസ്സ് മേടിക്കാനോ അതിനൊന്നും കാശില്ല. എനിക്ക് എപ്പോഴും തുമ്മലും ശ്വാസം തള്ളലും തലവേദനയും വിട്ടുമാറ തലവേദനയാണ്. സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇത് കോട്ടയെന്ന് ഓർത്തിട്ടേച്ച് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിച്ച് വരെ വെച്ച് താമസിക്കാം. പിള്ളേരാണെങ്കിലും കുറേ ആബ്സെൻ്റ് ആകുന്നുണ്ട്. ക്ലാസ്സുകളിൽ ഈ ശ്വാസം മുട്ട് രോഗമുള്ളവർ ധാരാളം ഉണ്ട്. ശ്വാസം മുട്ടായിട്ട് വരുന്നില്ല. മിക്കവാറും ലീവിലായിട്ട് പിറ്റേ ദിവസം കൊണ്ട് വരുമ്പോൾ ശ്വാസം മുട്ടൽ, തുമ്മൽ, ചുമ, ഇതൊക്കെയാണ് ഒരു റീസൺ കാണുന്നത്. ഞാൻ ശരിക്കും അനുഭവിക്കുന്ന ആളാണ്. എനിക്ക് ശ്വാസം മുട്ടുണ്ട്. അല്ല, ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായതാ. ആർക്കില്ല. എന്താ പറയുക, ഈ ചീമുട്ടയുടെ മണം ഇതെല്ലാം പറയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ബസ് കൊണ്ടൊന്ന് കയറി പോയാൽ മതി എന്നൊക്കെ തോന്നാറുണ്ട്.
ഞാൻ 26 വർഷം മുമ്പ് ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ സാധാരണ എവിടെയും ഈ സ്റ്റേറ്റിൽ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിട്ടുണ്ട്, എവിടെയുള്ള മാതിരി തന്നെയുള്ള പ്രശ്നങ്ങൾ ആവറേജ് തന്നെയായിരുന്നു ഇവിടെ. അങ്ങനെ വന്ന് 18 വർഷം മുമ്പ് ഈ കാർബൺ ഡയോക്സൈഡ് ഫാക്ടറി ഇവിടെ സ്ഥാപിച്ചപ്പോഴത്തേക്കും പലതരത്തിലുള്ള അസുഖങ്ങളുടെ പ്രൊപ്പോർഷൻ വളരെ കൂടി വന്നു. അതിൽ പ്രധാനമായിട്ട് കൂടി വരുന്നത് റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ് വളരെ കൂടുതൽ ആദ്യകാലത്ത് കണ്ടത്. അതുകൂടാണ്ട് സ്കിൻ ഡിസീസ്, അത് നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യങ്ങൾ, അത് ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, പിന്നെ അത് കൂടാണ്ട് കാർബൺ ഡസ്റ്റ്. ഇതിൽ ഈ കാർബൺ ഡസ്റ്റിനെ കുറിച്ച് ആദ്യം ഈ കാർബൺ ഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂയിസൻസാണ് പ്രധാനമായിട്ട്. അത് കാർബൺ ഇനർട്ടാന്ന് പറയുകയായിരിക്കാം, പക്ഷേ ഇത് ഡ്രൈ കാർബൺ അല്ല ഈ വരുന്നത്. ഡ്രൈ കാർബണാണ് ഇനർട്ടായിട്ടുള്ളത്. ഇത് ഓയിലി കാർബണാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഓയിൽ ബേസ്ഡ് ഇൻഡസ്ട്രി, ഓയിലിൽ നിന്നാണ് ഇത് കാർബൺ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ 2 ഫാക്ടറി ഇന്ത്യയിൽ ഉള്ളൂ. ബാക്കിയൊക്കെ കരിയിൽ നിന്നാണ് കാർബൺ ബ്ലാക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഓയിലിൻ്റെ അംശമില്ല. ഓയിൽ ബേസ്ഡ് കാർബൺ ബ്ലാക്ക് ഫാക്ടറി 2 ഉള്ളൂ. ആ 2 ഒരെണ്ണം ഇവിടെയാണ്, സൗത്ത് ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് പിടിച്ചിരിക്കുന്ന ഈ ഓയിൽ പിടിച്ചിരിക്കുന്ന കരി അത് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിക്കിലും സ്റ്റിക്ക് ചെയ്യും. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ഭിത്തിയിൽ, നിലത്ത്, തുണിയിൽ, എന്തായാലും അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് ഡസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, കഴുകി തന്നെ അത് കളയണം. അപ്പോൾ ഈ സാധനം ഇപ്പോൾ മനുഷ്യൻ്റെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ കരി വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് കളയാൻ, തട്ടിക്കളയാൻ പറ്റില്ല. സോപ്പിട്ട് കഴുകി തന്നെ അത് കളയണം. അപ്പോൾ ഇതിങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന സംഗതികൾ, അതിൽ സാധാരണഗതിയിൽ കാണുന്നത്, ഇപ്പോൾ വെളിയിലത്തെ രാജ്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് അതിൽ കാണുന്നത് പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും അതിൻ്റെ സൾഫർ കോമ്പൗണ്ട്സുമാണ് ഇതിൽ കൂടുതലും കാണുന്നത്. പിന്നെയും വേറെ പലതും ഉണ്ടാവുക, അതിനെക്കുറിച്ചൊന്നും ഇവിടെ സ്റ്റഡിയൊന്നും നടത്തിയിട്ടില്ല. ഈ സംഗതി ക്യാൻസർ ഉണ്ടാക്കുന്നതിന് സംശയമൊന്നുമില്ല, തെളിഞ്ഞിട്ടുള്ള സംഗതിയാണ്. അത് എലിയിൽ ഇത് ഇൻഹലേഷൻ വഴിയും കുത്തിവെച്ചിട്ടും നോക്കിയിട്ടും 2 ലങ് ക്യാൻസർ, സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കി. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സംഗതി മനുഷ്യൻ ശ്വസിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ പോയി കഴിഞ്ഞാൽ അത് ബ്രീത്തിങ്ങിൻ്റെ ഇതൊക്കെ ഇമ്പയർ ചെയ്യും, അതിൻ്റെ പ്രോബ്ലങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ റെസ്പിറേറ്ററി ഡിസീസ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതൽ കാണും. ഇത് ഡെപ്പോസിറ്റ് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബോഡിക്കൊരു നാച്ചുറൽ വേ ഉണ്ട് ഈ ഡസ്റ്റിനെയൊക്കെ പുറത്താക്കാൻ വേണ്ടി. അതാണ് കഫ് റിഫ്ലെക്സും സ്നീസിങ് റിഫ്ലെക്സും. അപ്പോൾ ഇത് ഓയിലി ആയതുകൊണ്ട് ആ കഫ് കൊണ്ടോ സ്നീസിങ് കൊണ്ടോ അങ്ങനെ എളുപ്പം പുറത്ത് പോവില്ല. സോ ഇറ്റ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ്. അതിൻ്റെ ഒരു ക്രോണിക് ഇൽനെസ്സാണ് ഈ ക്യാൻസർ ഉണ്ടാക്കാൻ. ഇത് ക്രോണിക്കായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കുറേ കഴിയുമ്പോഴേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് ഈ ശ്വാസമുട്ട്, ചുമ, അങ്ങനെയുള്ള സംഗതികളാണ് വരുന്നത്. ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് ബൗണ്ട് ടു കോസ് ക്യാൻസർ. 400 ഫാമിലീസ്. പൊതുവെ ആരോഗ്യ പ്രശ്നം എന്തൊക്കെയാണ്? ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാൻസർ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 6 ക്യാൻസർ രോഗികൾ ഇവിടെ എൻ്റെ ഇടവയിൽ മരിക്കാനിടയായിട്ടുണ്ട്. രണ്ട് 3-4 കൊല്ലമായി കരിമുള്ള ഓട്ടോറിക്ഷ ഓടിക്കണം. ഞങ്ങൾ ജീവിതത്തിന്റെ പകുതി പോകാൻ കരിമുള്ള ജംഗ്ഷനിൽ തന്നെയാണ് കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ കാർബൺ പൊടി ഞങ്ങളെ ബാധിക്കുന്നത്. ഞങ്ങൾ ഒരു ഫീൽഡായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രം. അത് ഈ കാർബൺ കാരണം ഞങ്ങൾ പല അസുഖങ്ങളും, വണ്ടി കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റുള്ള ചുമ, ജലദോഷം, മൂക്കടപ്പ്, ഭയങ്കര ശല്യമാണ്. തലവേദന, ഏറ്റവും സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ വ്യവസായ മേഖലയാണ്. അതായത് നമ്മുടെ ഏലൂര്, അമ്പലമുള ഭാഗമൊക്കെ. അവിടെ മലിനീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രധാനമായിട്ട് ഹൈഡ്രജൻ സൾഫൈഡ്, പിന്നെ അമോണിയ, ഹൈഡ്രജൻ സൾഫർ ഡയോക്സൈഡ്, പിന്നെ പുക അതിനകത്തു നിന്നാണ് കൂടുതലുണ്ടാകാറുള്ളത്. അതിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ശ്വാസതടസ്സം, പിന്നെ അതുപോലെ ആസ്മ പോലെയുള്ള രോഗങ്ങൾ, പിന്നെ അലർജി, സ്കിൻ അലർജി, ഇതാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമ്മളുടെ ഇവിടെ ഇപ്പം ഏലൂർ ഭാഗത്തുനിന്ന് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അമ്പലമുകൾ കൊച്ചിൻ റിഫൈനേഴ്സിൻ്റെ ഏരിയയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അത് ഈ കാർബൺ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഞങ്ങളപ്പോൾ ഇവിടുന്ന് ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാരവിടെ പോയി ഒരു സർവേ നടത്തി. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് അലർജിക് ആസ്മ, അതുപോലെ സ്കിൻ ഡിസീസസ് അതാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. ക്യാൻസർ ഒരു കാരണമാണ്, പക്ഷേ ഇതുകൊണ്ട് ഉണ്ടായതായിട്ട് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേസസ് കൂടുതലുണ്ടെന്നാണ്. ഇതിപ്പോൾ ക്യാൻസർ കേസസ് കൂടുതൽ പകരാനായിട്ട് കാർബൺ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ഈ സൾഫർ ഡയോക്സൈഡ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കും ശ്വാസതടസ്സവും അതുപോലെ അലർജി ഉണ്ടാകാം. അതുകൊണ്ട് ആസ്മ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഞങ്ങൾക്കിവിടെ യാതൊരു രീതിയിലും ഇവിടെ ഇതിൻ്റെ മണവും ഇതിൻ്റെ പൊടി വർദ്ധിട്ട് ഞങ്ങൾക്ക് എടുക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഈ സാധനം വന്ന് വീണ്ടിരിക്കുക. മൃഗങ്ങളും ഞങ്ങളും കുടിവെള്ളം ഞങ്ങൾ നമ്മുടെ കിണർ കുഴിച്ചാണ് എടുക്കുന്നത്. ഞങ്ങൾ പൈപ്പ് വെള്ളം ഞാൻ കിട്ടിയില്ല. അത് കാരണം കിണർ കുഴിച്ചില്ല. കിണറിലേക്ക് വന്ന് ചാടി ഞങ്ങൾ ഈ വെള്ളം കുടിക്കാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള മലിനജലം ഇവിടെ എത്തണം എങ്ങനെയാണ്? കാർബന്റെ മലിനീകരണം, ആ കാർബന്റെ വെള്ളം മുഴുവൻ ഈ പാടത്തേക്കാണ് ഒഴുകണത്. ഈ പാടത്തേക്ക് ഒഴുകിയിട്ട് ഈ പാടത്തുനിന്ന് മലിനീകരണം മുഴുവൻ ഒഴുകണത് ഈ പാടത്തേക്കാണ്. ഈ പാടത്ത് പുല്ല് തിന്ന പശുക്കളും ഈ വെള്ളം കുടിച്ച് പശുക്കൾക്കും പല രോഗങ്ങളും വന്ന് അത് മനുഷ്യർക്ക് കുടിവെള്ളത്തിൽ കൂടെ അത് രോഗം തന്നെ. ഞങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ജീവിക്കാൻ? കുറെ എന്നാലും കുറേയൊക്കെ ഈ പശുവിനെ കറന്ന് പാലൂട്ടൊക്കെയാണ് ഓരോ കുടുംബങ്ങളൊക്കെ ജീവിക്കുന്നത്. ആദ്യം ധർമ്മ ഈ കുടിൽ വ്യവസായം പോലെ ഒരു പശു 2 പശുവൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞൊക്കെ ചത്തുപോയ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അത് ചത്തുപോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ 15 വർഷമായിട്ട് ഇവിടെ മലിനീകരണം ഉണ്ട്. കമ്പനി മലിനീകരണം നിങ്ങൾ അധികാരികളെ അറിയിക്കുകയോ അവരുടെ നിന്ന് ഞങ്ങൾ ഒറ്റക്ക് അറിയിച്ചിട്ട് ആരാ ഇവിടെ പറയണ്ടേ? ഞങ്ങൾ ഈ പാവപ്പെട്ടവരെ അറിയിച്ചാൽ എല്ലാവരും മുന്നോട്ടാ. ഇപ്പൊ അവിടെ ഉള്ളവർക്കും വന്നപ്പോൾ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്കും ഞങ്ങൾ അതിന്റെ കൂടി ഇത് പാടില്ല വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് വന്ന സ്ഥാപനം വന്ന സമയത്ത് തന്നെ ഇവിടെ അടുത്തുള്ള സാർ ഇതിനു വേണ്ടി എതിർത്താണ്. അത് പോലീസ് വന്ന് തല്ലി ആ മനുഷ്യനൊക്കെ വസ്കേടാക്കി ആ കാലത്ത്. പിന്നെ ഞങ്ങൾ പോലീസിനെ വർദ്ധന പറ്റിയിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങാണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും കൂടി ഇപ്പൊ ഞങ്ങൾക്കും അതിന്റെ കൂടെ കൂടാണ്ട് ഞങ്ങൾ ദൂരത്തിലോട്ട് വന്ന് ഇവിടെ ജീവിക്കാൻ പറ്റണ്ടേ? ജനിച്ചുപോയൊരു തെറ്റിന് വേണ്ടി ജീവിക്കാനാണ് സമരം, ജീവിക്കാനാണ് സമരം. ഈ സമരം ജീവിത സമരം, ഈ സമരം ജീവിത സമരം, ജീവിത സമര പോരാട്ടത്തിൽ, വിടഞ്ഞു വീണ് മരിച്ചാലോ പിന്നോട്ടില്ല. ഓരോ അടിയും മുന്നോട്ട്. ഒരു കാര്യം പറയാൻ ജൂലൈ 26 ഇവിടെ ജനങ്ങൾ കമ്പനിയിലേക്ക് ഇരച്ചു കയറി കമ്പനി നിർത്തിച്ച ഒരു സംഭവം കേരളത്തിൽ പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതും ഒരു മോബ് അറ്റാക്ക്, ആ ഒരു ഇതെന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. ഇവിടെ സാധാരണ പോലെ ജീവിച്ച സമയത്ത് പെട്ടെന്ന് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ കരിമഴയും മണവും വന്നപ്പോൾ ജനങ്ങൾ നേരെ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ആ പ്രതികരണശേഷി കെടാതെ നിർത്താൻ ഈ തലമുറയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. ഈ പൊല്യൂഷൻ ഉണ്ടായി 18 വർഷങ്ങൾ കൊണ്ട് ഇവിടെ കാണാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിലും പരിസ്ഥിതിയിലും വന്നപ്പോൾ ജനങ്ങൾക്ക് അതിനോട് റിയാക്ട് ചെയ്തിരിക്കാനായിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇതിനേറെ ഉണ്ടായി. ആ മൂവ്മെൻറ്റിൻ്റെ വിജയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ സുഖമായി ജീവിക്കണം, നല്ല വായുവും വെള്ളവും ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം. അതിലപ്പുറമായിട്ട് ഞങ്ങൾക്ക് യാതൊരു മോഹങ്ങളുമില്ല. ഇടവക്കാർ 100% ഇതിനോട് ഈ കമ്പനി ഇവിടെ പാടില്ല എന്നുള്ള പക്ഷക്കാരാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടവും ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ്. ഇതിപ്പോൾ എൻ്റെ ബിഷപ്പെന്നല്ല, ബിഷപ്പിനേക്കാൾ മുകളിലുള്ള ഒരു സ്ഥാനി കൽപ്പന ആയിട്ട് വന്നാൽ പോലും ഈ സമരത്തിൽ ഞാൻ പിൻവാങ്ങുന്നൊരു പ്രശ്നമില്ല. കാരണം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഉത്സാഹമാണ്. എങ്ങനെയെങ്കിലും ഇതോട് പൂട്ടിപ്പോണമെന്നുള്ള ഉത്സാഹത്തോട് ഞങ്ങളും അതിൽ പങ്കുചേരുവാണ്. എന്നുവെച്ചാൽ പൂട്ടിപ്പോയാലേ ഞങ്ങളുടെ മക്കൾ സമാധാനമായിട്ട് ജീവിക്കുള്ളൂ. ഇനി അവരുടെ തലമുറ വന്നതും ഈ രീതിക്കല്ലേ വന്നത്.
അതായത് ഞങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും നീതി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം ഇത്ര നാളും ഞങ്ങളെ എല്ലാം കബളിപ്പിച്ചുകൊണ്ടാണ്. കാരണം 18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സമരം നടത്തിയപ്പോൾ അടിച്ചമർത്താൻ ചെയ്തത്. അന്ന് കോടതി നയനാച്ചന്റെ കെയർ ഓഫിൽ ഈ കമ്പനി നടത്തുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മലിനീകരണങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ കമ്പനി ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ 18 വർഷമായിട്ട് അവർ കമ്പനിയിൽ മലിനീകരണം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കോടതി ഒരു ഡയറക്ഷൻ കൊടുത്താൽ അത് നടപ്പാക്കാൻ ബന്ധപ്പെട്ട ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു 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 ഉത്സാഹമില്ല എങ്കിൽ കോടതി എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്താലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിശ്ചയമായും ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിൽ മലിനീകരണത്തിന് കാരണമാകുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ അവരൊരു കക്ഷിയായിട്ട് കോടതിയിൽ അവർ തന്നെ കേസ് ഫയൽ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഡയറക്ഷൻ ഉണ്ടായെന്നാൽ അവരതൊക്കെ ഒന്ന് പഠിച്ചു എന്ന് വരുത്തുകയും ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവർ തടി തപ്പുന്ന ഒരു ഏർപ്പാട് മാത്രമാണ് വാസ്തവത്തിൽ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഫലപ്രദമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പതിനെട്ട് വർഷം മുമ്പ് ഞാൻ കോടതിയിൽ പറഞ്ഞ വസ്തുതകളാണ് ഇപ്പോൾ 18 വർഷം കഴിഞ്ഞ് ഇവരൊക്കെ സമ്മതിച്ചിരിക്കുന്നു. മലിനീകരണം ഈ ലൈൻ 1ഉം 2ഉം മലിനീകരണം ഉണ്ടായിക്കൊണ്ടിരുന്നു എന്ന് ഇന്നിപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കമ്പനിയും സമ്മതിക്കുന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സമ്മതിക്കുന്നു, ഇവരെല്ലാം പ്രത്യേക എക്സ്പെർട്ട് കമ്മിറ്റീസ് വന്നവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഈ 18 വർഷമായിട്ട് ഇത് മലിനീകരണം. 18 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് മലിനീകരണം ഉണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും വന്നത്. അതിന് 18 വർഷം എടുത്തു ആ സംഗതി. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ രംഗത്ത് അവരാണ് വാസ്തവത്തിൽ ഇതിലെ സ്ഥിരാകേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് പറയാതിരിക്കുന്ന വൃത്തി. ഒരു പൊതുവെ ജനങ്ങൾ പറയുന്നത് അവർ വളരെ അഴിമതി അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ടാണ് അവർ പെരുമാറുന്നത്. പൊതുവെ രാഷ്ട്രീയം ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയും നമ്മൾ ആരോപിക്കുന്ന അഴിമതിയാണ്. അഴിമതി നമുക്കത് നമ്മൾ നേരിട്ട് കാണാത്തതിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിലും എന്തായാലും അതർ കൺസിഡറേഷൻസ് ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ചത്. ഇതുവരെ എറണാകുളത്ത് ജീവിക്കുന്ന ആളുകൾ ആരും അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മെഷർ അവർ എടുത്തതായിട്ട് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഈ 10-18 വർഷം ഈ കാർബൺ ഇവിടെ മലിനീകരണം നടത്തിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മളതിന് ഈ ഇവിടെ ഭയങ്കരമായിട്ട് ശല്യം വന്നപ്പോൾ സമരത്തിൽ പങ്കെടുത്തു എന്നും പറഞ്ഞിട്ട് നമുക്കൊക്കെ എതിരെ ഭയങ്കര ജാമ്യം കിട്ടാ കേസൊക്കെ എടുത്തതാണ് ഈ സർക്കാർ. അപ്പോൾ ഈ 18 വർഷം ഇവിടെ പൊല്യൂഷൻ നടത്തിയ കാർബണെതിരെ ഒരു കേസും ഇതുവരെ നമ്മളാരും കണ്ടില്ല. ഞങ്ങൾക്കൊക്കെ ജാമ്യം കിട്ടാത്ത കേസും ഒക്കെ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് 2 ആഴ്ചയോളം വീട്ടിൽ നിന്നൊക്കെ മാറി വെക്കേണ്ട ഗതികേട് വന്നു. നിലവിൽ ഇതിനകത്ത് സർക്കാരിൻ്റെയാണ് ഏറ്റവും വലിയ അപാകത. ഇപ്പോൾ എടുത്തേക്കണ കേസ് 2-3 വർഷം മുമ്പ് ഇവിടുത്തെ ആൾക്കാർ പല തവണയായിട്ട് കൊടുത്തേക്കുന്ന റിട്ടുകളാണ്. ആ റിട്ട് കേസുകൾ ഇതുവരെയും എടുക്കാണ്ടിരുന്ന കോടതി ഇപ്പോൾ കമ്പനി ഒരു പെറ്റീഷൻ കൊണ്ടു കൊടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. 2-3 വർഷമായിട്ട് ഹൈക്കോടതി കെട്ടിക്കിടന്ന റിട്ട് എടുക്കാത്ത സ്ഥലത്ത് കമ്പനി അടുത്ത ഒരു 2-3 മാസം മുമ്പ് കൊണ്ട് ഫയൽ ചെയ്ത റിട്ട്, ആ റിട്ട് വേഗം എടുത്തു. എന്താ കമ്പനിയുടെ ആവശ്യം? ഇത് ഇങ്ങനൊരു പുതിയ പ്ലാന്റ് ഇവിടെ വന്നിട്ടുണ്ട്, അത് ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല, അതിൻ്റെ ട്രയൽ റൺ നടത്താൻ ജനങ്ങളുടെ ബഹളം കാരണം പറ്റണില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള വേണ്ട ഇത് സാഹചര്യം ശരിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി ഫയൽ ചെയ്ത കേസ് വേഗം എടുത്തു. ഇത് എങ്ങനെ ആ കേസ് വേഗമായത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ കേസ് തന്നെ അവിടെ സിംഗിൾ ബെഞ്ചിൽ കിടക്കുന്നത് 6 വർഷമായി ഹൈക്കോടതിയിലിരിക്കുന്നു, ഇതുവരെ അതെടുത്തിട്ടില്ല. ഈ മലിനീകരണം ഇവിടെ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഫയൽ ചെയ്ത കേസും ഇതുവരെ എടുത്തില്ല. പക്ഷേ കമ്പനി കൊണ്ട് കൊടുത്ത ഈ അടുത്ത കാലത്ത് 3 മാസം മുമ്പ് കൊണ്ട് കൊടുത്ത കേസ് അത് പെട്ടെന്ന് മുകളിലോട്ട് വന്നു. ഇതിലെങ്ങനെയാണ് നമ്മൾ കോടതിയെ വിശ്വസിക്കുക? ജഡ്ജിമാരെ അല്ല ഞാനിത് പറയുന്നത്, പക്ഷേ കോടതിയിൽ പല കളികളും നടക്കുന്നുണ്ട്. നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട്. നിയമം ലംഘിക്കുന്നവരെ നിയമം നടപ്പാക്കേണ്ട ചുമതല ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട്. കോടതി അതിന് എതിരെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന നിയമം നടപ്പിലാക്കേണ്ട ചുമതല ഞങ്ങളതിന് നിയമലംഘനമല്ല ഞങ്ങൾ ചെയ്യണേ. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ശരിക്കും ഇത് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ തെളിവ് ഇവിടെ വന്ന് തെളിവെടുക്കാതെ കോടതി അവിടെ ഇരുന്ന് തെളിവെടുത്ത തെളിവാവില്ല. ഇവിടെ വന്ന് തെളിവെടുത്ത എല്ലാ കമ്മിറ്റിയും എന്ന് പറയുക നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി വന്ന് തെളിവെടുത്ത് പോയി. അവർ പത്രപ്രസ്താവന നടത്തി ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലൊരു കമ്പനി പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പത്രപ്രസ്താവന നടത്തിയതല്ലാതെ അവരുടെ റിപ്പോർട്ട് തിരിഞ്ഞാ ചെന്നത്.
അക്രമം വെടിഞ്ഞു നമ്മൾ അണിനിരന്നു നിൽക്കണം. അക്രമം വെടിഞ്ഞു നമ്മൾ അണിനിരന്നു നിൽക്കണം. അക്രമം വെടിഞ്ഞു നമ്മൾ